ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിന്ന് വാഴ 2 കണ്ടു. പടം ഒരു രക്ഷയില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പോൾ നമ്മൾക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഇങ്ങനത്തെ എന്താ പറയുക പോർട്രേറ്റ് രീതിയിൽ വീഡിയോ ചെയ്ത് വന്ന ആളുകൾ ഡിഫറൻ്റായിട്ട് ഒരു വലിയ സിനിമയിലേക്കൊക്കെ ആക്ടേഴ്സായിട്ട് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്തായിരിക്കും, അവരെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ഹാഷിറിൻ്റെ ടീമാണെങ്കിലും നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ എന്താ പറയുക, അവർ ഞെട്ടിച്ചു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസുമാണ്. പടം ഭയങ്കര റിലേറ്റബിളായി. റിയൽ ലൈഫിൽ നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും, അതുപോലെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ പല 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 മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പടത്തിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ പറയുക, ഒരുപാട് ചിന്തിപ്പിച്ചു. നമ്മൾ തന്നെയാണോ പല കഥാപാത്രങ്ങളായിട്ട് അതിലൂടെ പോയിട്ടുള്ളത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ അതിൻ്റെ നരേഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ സവിൻ ബ്രോ, രക്ഷയില്ലാത്ത ഷോട്ടുകൾ. അതായത് ആ സിനിമയ്ക്ക് എന്താണോ ആപ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്, ക്ലിയർ കട്ട് ഷോട്ടുകളാണ് പടത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ വിപിൻ ദാസ് ബ്രോയാണ് ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്നത്. അടിപൊളി റൈറ്റിംഗ്. കാരണം ഇത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതിൽ ആഡ് ചെയ്ത് പലർക്കും കണക്റ്റ് ആവുന്ന തരത്തിൽ, ഇപ്പോൾ ജെൻസിക്കാണെങ്കിലും 90s കിഡ്സിനാണെങ്കിലും എല്ലാവർക്കും അവരുടെ ഒരു കാലഘട്ടത്തിലെ ഓർമ്മകളുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിലുണ്ടാവുക. നാളെ എന്ത് ചെയ്യാം, ഇതായിരിക്കും പ്ലാന്. അതിൻ്റെ അപ്പുറം നമുക്കൊരു ചിന്ത ഉണ്ടാവില്ല. അന്ന് അത്രയേ ഉള്ളൂ, മൈൻഡിൽ അത്ര ഓടുള്ളൂ. സോ അന്നത്തെ ആ ഒരു ചോരത്തിളപ്പ്, അതുപോലെ നാളത്തെ കാര്യം നാളെ, ആ ഒരു തോട്ട്, അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, ഒരു കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്കുള്ളതൊക്കെ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കും. അപ്പം നമ്മുടെ ഉള്ളിലെ ആ ഡിഫറൻസ് തന്നെ നമുക്ക് വിഷ്വലി കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ റിലേറ്റബിൾ ആയിക്കൊണ്ടിരിക്കും പല സിറ്റുവേഷൻസും. ഇത് നമ്മളായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിൽ അതിൻ്റെ റൈറ്റിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ പലരുടെയും ലഹരിയുടെ യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂൾ ടൈമിലാണ്. ചെറിയ ഒരു രസത്തിന്, അപ്പോഴത്തെ രസത്തിന് വേണ്ടിയിട്ട് പലരും തുടങ്ങി വയ്ക്കുന്നത് സ്കൂൾ കാലഘട്ടത്തിലാണ്. സോ അതും കൂടുതൽ അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനത്തെ കേസുകൾ നമ്മൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സിനിമയിൽ അതിനെപ്പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കരമായൊരു ഹ്യൂമർ പാക്ഡ് പടം എന്നൊന്നുമല്ല, ഒരു ഫീൽ ഗുഡ് ഇമോഷനാണ് എനിക്ക് കൂടുതൽ കണക്ട് ആയത്. ഹ്യൂമറിനേക്കാൾ കൂടുതൽ ഇമോഷൻ നല്ല രീതിക്ക് കണക്റ്റായി. അവസാനം കൊണ്ട് നമ്മളെ കരയിപ്പിക്കുന്നൊരു മൊമെൻറ്റിലേക്ക് പടം എത്തിക്കും. ആ രീതിക്ക് ഒരു പ്രത്യേകത, നമുക്ക് റിലേറ്റബിളായി നമ്മളൊരു പ്രത്യേക മൂഡിൽ കൊണ്ടുവന്ന പടമാണ്. അല്ലാതെ ഭയങ്കരമായ നോൺ സ്റ്റോപ്പ് ഹ്യൂമർ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. സോ ഓവറോൾ ഒരു രക്ഷയില്ല. എൻ്റെ ഇതിലൊരു 10-9 കൊടുക്കാം, ആ റേഞ്ച് പടം. അപ്പോൾ എല്ലാവരും കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.